ഇയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതിലൊരുപാട് SCERT ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. SCERTക്ക് നല്ല പ്രാധാന്യം കൊടുക്കണമെന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നിതീഷ് സാറിൻ്റെ ഗോൾഡ് ബാച്ചിൽ ചേർന്നു. അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. SCERT ഒക്കെ +1 +2 ഒക്കെ എനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്നത് എൻട്രിയിലെ ക്ലാസ്സുകളാണ്. നമുക്ക് കരിയറും ഇമ്പോർട്ടൻ്റ് ആണ്, ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒന്നിനു വേണ്ടി വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. കരിയറും വേണം, ഫാമിലിയും വേണം. പരിശ്രമിച്ചാൽ എന്തായാലും സാധിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ PSC പഠനം തുടങ്ങുന്നത് തന്നെ മാരേജ് കഴിഞ്ഞ് 2 കുട്ടികളായ ശേഷമാണ്. ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്ക് നല്ലൊരു റാങ്കിലെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും അതിലെത്താൻ സാധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ജല ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ജില്ലകളിലായി 1ാം റാങ്കുകൾ ഉൾപ്പെടെയുള്ള മികച്ച റാങ്കുകൾ എൻട്രി യൂസേഴ്സ് കരസ്ഥമാക്കി കഴിഞ്ഞു. നിങ്ങളുടെ ഈ നേട്ടത്തിൽ എൻട്രി ടീം അത്യധികം സന്തോഷത്തിലാണ്. ഇനിയും നിരവധി പേർ എൻട്രിയിലൂടെ VFA റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുമെന്നതും ഉറപ്പാണ്. നിങ്ങളുടെ ഈ വിജയത്തിൽ എൻട്രി നിങ്ങൾക്ക് സഹായകരമായിട്ടുണ്ടെങ്കിൽ എൻട്രി കുടുംബത്തോടൊപ്പം ഈ വിജയം ആഘോഷമാക്കാം. നിങ്ങളുടെ ഈ നേട്ടം ഞങ്ങളെ അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? താഴെ കൊടുത്തിരിക്കുന്ന ഫോം ഫിൽ ചെയ്ത് നിങ്ങളുടെ വിജയം ഞങ്ങളെ അറിയിക്കൂ. നിങ്ങൾക്കായുള്ള സമ്മാനങ്ങൾ എൻട്രി ഒരുക്കി വെച്ചിരിക്കുന്നു. ഹായ്, എൻ്റെ പേര് നബീല. ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള ചാലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ BFAയുടെ റാങ്ക് ലിസ്റ്റിൽ പാലക്കാട് ജില്ലയിൽ എനിക്ക് 6ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. റിസൾട്ട് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. എൻ്റെ വീട്ടിൽ ഉമ്മ, ഉപ്പ, ബ്രദർ, വൈഫ്, പിന്നെ ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് ഷാനിൽ, സൗദിയിലാണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത ആളുടെ പേര് അബ്ദുല്ലാസിം, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ ആൾ അമ്ന, അവൾ ചെറിയ മോളാണ്. ഞാൻ 7ാം ക്ലാസ് വരെയുള്ള പഠനം ചൂരക്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. അവിടുന്ന് +2 വരെ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ കെമിസ്ട്രിയിലാണ് ഡിഗ്രി എടുത്തത് പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ നിന്ന്. അതിനുശേഷം പിന്നെ മാരേജ് ആയിരുന്നു. മാരേജ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ പിന്നെ PGക്ക് ചേർന്നെങ്കിലും അത് പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ അതവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കുറച്ച് കാലം വെറുതെ ഇരുന്നു. പക്ഷെ അപ്പോഴും സ്വന്തമായിട്ടൊരു ജോലി വേണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടണം എന്നുള്ള ആഗ്രഹം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. എൻ്റെ മാത്രമല്ല, എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു അത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ PSCയിൽ ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നു. ഞാൻ 2019 ലാസ്റ്റിലാണ് അങ്ങനെ VEയുടെ നോട്ടിഫിക്കേഷൻ വന്നത് അറിഞ്ഞത്. അപ്പം എന്നാൽ PSCയിലേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അതിന് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷെ അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ തുടങ്ങണം, അതൊന്നും അറിയണ്ടായിരുന്നില്ല. ഒരു സ്റ്റാൻഡേർഡ് റാങ്ക് ഫയലും വാങ്ങി, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ബുക്കും വാങ്ങി. അങ്ങനെയായിരുന്നു എൻ്റെ പഠനം. പിന്നെ യൂട്യൂബിലെ ഫ്രീ ക്ലാസ്സസ് ഒക്കെ നോക്കിയിട്ടായിരുന്നു. അങ്ങനെ 2019 ലാസ്റ്റിലായിരുന്നു എക്സാം. അത് എഴുതി. പക്ഷേ കട്ട് ഓഫിൻ്റെ അടുത്ത് പോലും എത്താൻ സാധിച്ചില്ല. പക്ഷെ എക്സാം കഴിഞ്ഞു വന്നപ്പോൾ തോന്നി ഇത് കുറച്ചും കൂടി നന്നായി എഫേർട്ട് എടുത്ത് പഠിച്ചത് കിട്ടും എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൊറോണ വന്നപ്പോൾ 1.5 വർഷത്തിന് എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ മോള് ചെറുതായിരുന്ന സമയത്ത് അപ്പോൾ എനിക്ക് പുറത്ത് പോയി പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് പഠിച്ചത്. ആ സമയത്ത് VEയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതിലൊരുപാട് SCERT ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. SCERTക്ക് നല്ല പ്രാധാന്യം കൊടുക്കണമെന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ സമഗ്രയിൽ നിന്ന് 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെയും പിന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഇതിൻ്റെ എല്ലാം ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സ്വന്തമായിരുന്ന് പഠിച്ച് നോട്ട് ഉണ്ടാക്കിയിട്ട് അത് പഠിച്ചിരുന്നു. അതിൻ്റെ കൂടെ റാങ്ക് ഫയലും നോക്കി, യൂട്യൂബ് ക്ലാസ്സസും നോക്കി. യൂട്യൂബിൽ കിട്ടുന്ന എല്ലാ ഫ്രീ ക്ലാസ്സും ഞാൻ മിക്കതും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പഠനം ആരംഭിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. LDCക്കൊക്കെ അപ്ലൈ ചെയ്തു. എൻട്രിയിൽ ഒരു 1 ഇയറിൻ്റെ ഒരു ബേസിക് കോഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മോള് ചെറുതാണ്, മോനും ഉണ്ട്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അതൊക്കെ കാരണത്താൽ ഒരുപാട് നേരം പഠിക്കാൻ സാധിച്ചിരുന്നില്ല. ഡെയിലി ഒരു 2 അവറിൽ കൂടുതലൊന്നും എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല ഒരു ചിട്ടയോ ഒരു ടൈം ടേബിളോ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ ടൈം ടേബിൾ എന്താണോ അതനുസരിച്ചായിരിക്കും എൻ്റെ ടൈം ടേബിൾ വരിക. അവർ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നെ ലേറ്റ് നൈറ്റോ അല്ലെങ്കിൽ രാവിലെ അങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. BFAയുടെ
നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ അതിന് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ SCERTയിൽ ഞാൻ ഒരുവിധം സമഗ്രയൊക്കെ നോക്കി പഠിച്ച് തറായിരുന്നു 10th വരെയുള്ള ക്ലാസ്സിലെ ബുക്കൊക്കെ. പിന്നെ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ സുജിത് സാറിൻ്റെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സും മറ്റും അവരുടെ ക്ലാസ് കണ്ടപ്പോൾ മനസ്സിലായി 10th വരെയുള്ള SCERT പോരാ, +1 +2 കൂടി വേണം. അപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത വിഷയങ്ങളായിരുന്നു എക്കണോമിക്സും പൊളിറ്റിക്സും ഹിസ്റ്ററി ജോഗ്രഫിയും ഒക്കെ. അപ്പോൾ ഞാനത് പക്ഷേ വേറെ വഴിയില്ലല്ലോ, അത് കാരണം സമഗ്ര എന്ന് കഴിഞ്ഞാൽ മലയാളം ബുക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് എടുത്ത് പഠിച്ച് നോട്ട് ഉണ്ടാക്കി അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം ഉപകാരപ്പെട്ടു. അതിൻ്റെ എക്കണോമിക്സിൽ നിന്നൊക്കെ മിക്ക റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും അതിൽ നിന്നായിരുന്നു വന്നിരുന്നത്. പിന്നെ ഞാൻ ഒരു ഫ്രണ്ടിൽ നിന്നാണ് എൻട്രിയുടെ ഗോൾഡ് ബാച്ചിനെ കുറിച്ചും അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ നിതീഷ് സാറിൻ്റെ ഗോൾഡ് ബാച്ചിൽ ചേർന്നു. അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നാണ് ഞാനൊരു ചിട്ടയായ പഠനം, ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഇപ്പോൾ ഡേ 1 ഡേ 2 എന്തൊക്കെ പഠിക്കണം, ഒരു ദിവസം എന്തൊക്കെ പഠിക്കണം, പിന്നെ നെക്സ്റ്റ് ഡേ അങ്ങനെ ഒരു ആഴ്ച കഴിയുമ്പോൾ റിവിഷൻ, ഡെയിലി എക്സാം, വീക്ക്ലി എക്സാം, പിന്നെ മന്ത്ലി എക്സാം, അല്ലാതെ വേറെയും കുറേ എക്സാംസ് അതിലുണ്ടായിരുന്നു. സാറ് നല്ലൊരു മെൻറ്ററായിരുന്നു. എന്നും സാറിൻ്റെ ഒരു വോയിസ് ഉണ്ടാവും ഞങ്ങളുടെ ഗ്രൂപ്പിൽ, നന്നായി പഠിക്കണം, അതായത് സമയം കളയരുത്, നല്ല റിസൾട്ട് ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായി മോട്ടിവേറ്റ് ചെയ്തിരുന്നു സാറ്. അങ്ങനെ ഒരു മെൻറ്റർഷിപ്പോട് കൂടിയുള്ള പഠനമാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു റാങ്കിലേക്ക് തന്നെ എത്തിച്ചത്. മാത്രമല്ല ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഉണ്ടായിരുന്നു, ഒരു ചിട്ട ഉണ്ടായിരുന്നു, എക്സാംസ് ധാരാളം എഴുതി. പിന്നെ നമുക്ക് വീക്ക് ഏരിയാസ് നോക്കിയിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിച്ചു ഇതിലൂടെ. അങ്ങനെ അതിലെ എൻട്രിയിൽ തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റർ എന്ന് പറയുന്ന എക്സാംസ് ഉണ്ടായിരുന്നു, അത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 2 മക്കളുണ്ട്, 2 പേരും ചെറുതായിരുന്നു. അത് കാരണം ഒരുപാട് ടൈമൊന്നും കിട്ടിയിരുന്നില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചിലപ്പോൾ തുടക്കത്തിൽ എനിക്കൊരു 2 മണിക്കൂറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് പോരാന്ന് തോന്നി. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താലേ പെട്ടെന്ന് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തുള്ളൂ. അത് കാരണത്താൽ നമ്മൾ വീട്ടു ജോലികൾ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ ഫോണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അടുക്കളയിലാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും എന്താണെങ്കിലും. പിന്നെ കുട്ടികൾ ഉറങ്ങുന്ന സമയം നോക്കി നൈറ്റോ അല്ലെങ്കിൽ രാവിലെ എണീച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുവിധം എല്ലാ സമയത്തും ഹെഡ്ഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളെ തൊട്ടിലാട്ടുന്ന സമയത്ത് വരെ ഞാൻ ചിലപ്പോൾ ഒരു നോട്ട് എടുത്ത് വെക്കും എനിക്ക് റിവൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനത് നോക്കുമ്പോൾ ആ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ കയറും. അങ്ങനെയൊക്കെ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു റാങ്കിലേക്ക് എത്താൻ എൻട്രി അപ്പ് എന്നെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. മികച്ച ക്ലാസ്സുകളും മികച്ച അധ്യാപകരുമായിരുന്നു. SCERT ഒക്കെ +1 +2 ഒക്കെ എനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്നത് എൻട്രിയിലെ ക്ലാസ്സുകളാണ്. അതുപോലെ അതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പാഠമായിരുന്നു സിലബസിൽ 5 മാർക്കുള്ള സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത്. അത് പലയിടത്തും തിരഞ്ഞിട്ടും അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സംഗതി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലക്ഷ്മി മിസ്സിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷമാണ് അതിൻ്റെ A to Z കാര്യങ്ങൾ കറക്റ്റായിട്ട് മിസ് അതെടുത്ത് തന്നു. അതിൻ്റെ അപ്പം ഞാൻ അതിന് നോട്ട് എഴുതി അത് വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ച കാരണം അതിന് ഒരു മാർക്ക് പോലും മിസ്സായില്ല. ഇനി അഥവാ പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എലിമിനേഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നു. ആ ക്ലാസ്സൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ നല്ല ടഫ് മോക്ക് ടെസ്റ്റുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് അങ്ങനെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ശീലിച്ചത് വളരെയധികം നന്നായി എന്നാണ് എനിക്ക് എക്സാമിൻ്റെ സമയത്ത് തോന്നിയത്. കാരണം നമ്മളൊരു ടഫ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മൾ പേടിക്കില്ല, പതറില്ല, നമ്മളത് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പുതുതായിട്ട് PSC പഠിക്കുന്ന ആളുകൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പരിശ്രമിച്ചാൽ സാധിക്കുന്നത് തന്നെയാണ്. എല്ലാവരും പറയുന്ന പോലെയല്ല, പരിശ്രമിച്ചാൽ എന്തായാലും സാധിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ PSC പഠനം തുടങ്ങുന്നത് തന്നെ മാരേജ് കഴിഞ്ഞ് 2 കുട്ടികളായ ശേഷമാണ്. ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്ക് നല്ലൊരു റാങ്കിലെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും അതിലെത്താൻ സാധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഭാഗ്യം എന്നുള്ളൊരു കാര്യം PSCയിലില്ല. ഞാൻ തുടക്കകാലത്ത് കേൾക്കുന്ന കാര്യമാണ്, കുറേ പഠിച്ചാൽ മാത്രം പോരാ, ഭാഗ്യം കൂടി ഉണ്ടെങ്കിലേ PSC കിട്ടുള്ളൂ എന്ന്. എന്നാൽ ഞാൻ തന്നെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. കാരണം ഹാർഡ് വർക്കാണ് PSCയുടെ ഫോർമുല എന്ന് പറയുന്നത്. ഹാർഡ് വർക്കും പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ യഥാസമയം റിവൈസും ചെയ്യണം. പിന്നെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് എല്ലാവർക്കും എന്നെപ്പോലെ PSC എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. വീട്ടമ്മമാരുടെ കാര്യമാണെങ്കിൽ നമുക്ക് കരിയറും ഇമ്പോർട്ടൻ്റ് ആണ്, ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒന്നിനു വേണ്ടി വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. കരിയറും വേണം, ഫാമിലിയും വേണം. അപ്പോൾ ഞാനും ഇതുപോലെ ഒരു ഫാമിലി ആയ ശേഷമാണല്ലോ PSCയിലേക്ക് വന്നതും. പിന്നെ ഇത്രയൊരു റാങ്ക് എത്തിപ്പിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കും സാധിക്കും.
എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ടീവായിരുന്നു. അതുപോലെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകണ്ട, കണ്ടിന്യൂ ചെയ്യണം, ഒരിക്കലും താല്പര്യം കുറയാതെ മുന്നോട്ട് പഠനം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഉദ്യോഗാർത്ഥികളുടെ ഫാമിലിയോട് പറയാനുള്ളത്, അവർക്ക് കുറച്ച് സമയം കൊടുക്കുക, അവർക്ക് വേണ്ട സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവരതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടു തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല, പിന്നെ ഈ 2024 പറയുന്നത് LDC, LGS അങ്ങനെ ഒരുപാട് വേക്കൻസീസ്, ഒരുപാട് അവസരങ്ങളുടെ കാലമാണ് ഈ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. നന്നായി പഠിച്ച് നല്ല ഒരു റാങ്കിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻട്രി ആപ്പിൽ റാങ്ക് ഹോൾഡേഴ്സ് തയ്യാറാക്കിയ ഒരു എക്സാം സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് BFAയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഞാനും ഒരു 10 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യും. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നതെവിടെ? ഓപ്ഷൻസ്: A കൊൽക്കത്ത, B കൊച്ചി, C ചെന്നൈ, D മുംബൈ. രണ്ടാമത്തെ ചോദ്യം, പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആരുടെ പ്രശസ്ത കൃതിയാണ്? ഓപ്ഷൻസ്: A സാറ ജോസഫ്, B CV ബാലകൃഷ്ണൻ, C T പത്മനാഭൻ, D തകഴി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻസ്: A ഡോക്ടർ പൽപു, B കുമാരനാശാൻ, C അയ്യങ്കാളി, D ശ്രീനാരായണ ഗുരു. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: A കണ്ണ്, B ചെവി, C മൂക്ക്, D നാക്ക്. 5. ദേശീയ ജാവലിൻ ത്രോ ദിനം എന്നാണ്? ഓപ്ഷൻസ്: A ജൂലൈ 7, B മെയ് 17, C ഓഗസ്റ്റ് 7, D ജൂൺ 7. അടുത്ത ചോദ്യം, ബൈബിൾ ആദ്യമായി വിവർത്തനം ചെയ്യപ്പെട്ട ദക്ഷിണേന്ത്യൻ ഭാഷ ഏതാണ്? ഓപ്ഷൻസ്: A കന്നഡ, B മലയാളം, C തെലുങ്ക്, D തമിഴ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് ഇന്ത്യ IIT ക്യാമ്പസ് ആരംഭിച്ചത്? ഓപ്ഷൻസ്: A നൈജീരിയ, B ടാൻസാനിയ, C സൗത്ത് ആഫ്രിക്ക, D മൊസാംബിക്. അടുത്ത ചോദ്യം, 2023 മികച്ച ജില്ലയ്ക്കുള്ള ഭരണഭാഷാ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻസ്: A മലപ്പുറം, B പാലക്കാട്, C വയനാട്, D എറണാകുളം. അടുത്ത ക്വസ്റ്റ്യൻ, ജല ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: A തമിഴ്നാട്, B കേരളം, C മഹാരാഷ്ട്ര, D ഗുജറാത്ത്. അവസാനത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചതെവിടെ? ഓപ്ഷൻസ്: A ചെന്നൈ, B ബാംഗ്ലൂർ, C മുംബൈ, D ട്രിവാൻഡ്രം. റാങ്ക് ജേതാക്കൾ തയ്യാറാക്കിയ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഇനി എൻട്രി ആപ്പിലൂടെ സൗജന്യമായി പരിശീലിക്കാം. എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്യുക. എൻട്രിയുടെ ഹോം പേജിൽ സ്പെഷ്യൽ എക്സാം എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ ഏറ്റവും താഴെയായി റാങ്ക് ഹോൾഡേഴ്സ് എക്സാം സീരീസ് എന്നൊരു പാക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിലൂടെ റാങ്ക് ഹോൾഡേഴ്സ് തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിധിയില്ലാതെ പരിശീലിക്കാം. മാക്സിമം ചോദ്യങ്ങൾ പരിശീലിക്കൂ, ആദ്യ റാങ്കിൽ ഇടം നേടൂ.